ഹലോ, ഈ ഒരു ഉരുളക്കിഴങ്ങിന്റെ നീര് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കുന്ന ഒരു ഡെയിലി ഫേസ് പാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒറ്റ യൂസിൽ തന്നെ മുഖം നല്ല നിറം വരും. പക്ഷെ ആ ഒരു നിറം നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത ഉരുളക്കിഴങ്ങ് ഇതുപോലത്തെ ഒരു സ്ക്രാപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ചിരകിയെടുക്കുക. എല്ലാന്നാണെങ്കിൽ മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് അടിച്ചെടുത്തതിന് ശേഷം അതിന്റെ നീര് അരിപ്പയിൽ കൂടെ പിഴിഞ്ഞെടുക്കുക. ഇതുപോലെ സ്ക്രാപ്പ് ചെയ്തെടുക്കാന്നാണെങ്കിൽ ഇതിന്റെ എക്സാക്ട് നീര് നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്യുന്ന തന്നെ കിട്ടും. അപ്പൊ ഇങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കലാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ നമ്മൾ ഇതുപോലെ ഇന്ന് ജസ്റ്റ് അതെടുത്ത് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്റെ എക്സാക്ട് നീര് നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഇതിങ്ങനെ പിഴിഞ്ഞ് ഇതിന്റെ നീര് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഈ ഒരു ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഫേസ് പാക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് ഒരു 1-2 ടേബിൾ സ്പൂണോളം മതി. അതിനനുസരിച്ചുള്ള ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്താലും മതി കേട്ടാ. ഇനി ഞാൻ 1 ടേബിൾ സ്പൂണോളം ഗോതമ്പിന്റെ മാവാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തൈരും നമ്മൾ എടുത്തു വെച്ച പൊട്ടാറ്റോ ജ്യൂസ് 1-2 ടേബിൾ സ്പൂൺ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതായത് നമ്മുടെ ഫേസ് പാക്കിന്റെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്ന രൂപത്തിന് നമുക്ക് പൊട്ടാറ്റോ ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ ഗോതമ്പ് മാവ് എന്ന് പറഞ്ഞാൽ ആട്ടപ്പൊടി എടുക്കാവോ എന്ന് അധിക പേരും ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ഇതുപോലെ നല്ല ടൈറ്റിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും നമ്മളെ പൊട്ടാറ്റോ ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുക. അപ്പൊ അധികം ടൈറ്റും ആയി പോകാൻ പാടില്ല, അധികം ലൂസും ആയി പോകാൻ പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ ഫേസ് പാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കഴുകി വൃത്തിയാക്കിയ മുഖത്ത് ഇത് 2 മിനിറ്റ് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക. 2 മിനിറ്റ് മസാജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ തേച്ച് കൊടുക്കുക. നിങ്ങൾ വെറുതെ വാരി തേച്ച് കഴുകി കളയരുത്. അതിനുശേഷം ഇതൊരു 25 മിനിറ്റ് എങ്കിലും നിങ്ങൾ ഫേസിൽ വെക്കുക. ഭയങ്കര ഡ്രൈ ആയിട്ട് ഇത് ഉണങ്ങിപ്പോകേണ്ട ആവശ്യമില്ല. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് കഴുകി എടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഫേഷ്യൽ ഹെയറിലുള്ളവരാണെങ്കിൽ അവർക്ക് കുറച്ച് വേദന ഉണ്ടാവും അത് കഴുകിയെടുക്കുന്ന സമയത്ത്, ഗോതമ്പ് മാവായത് കൊണ്ട് തന്നെ. അപ്പോൾ അധികം അങ്ങോട്ടേക്ക് ഫേസിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ സാധാ വെള്ളത്തിൽ ഒരു 25 മിനിറ്റ് ഫേസിൽ വെച്ചതിന് ശേഷം സാധാ വെള്ളത്തിൽ കൈ കളയുമ്പം തന്നെ ഒരു അടിപൊളി റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. പിന്നെ ഈ പൊട്ടാറ്റോ ജ്യൂസിന് പകരം നിങ്ങൾക്ക് ടൊമാറ്റോ ജ്യൂസും വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പൊ നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. അപ്പോൾ ഇത് കണ്ട് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇത് നിങ്ങൾ വീക്കിലി ഒരു 2 ടൈംസോ അല്ലെങ്കിൽ ഡെയിലിയോ ഇത് ചെയ്യാന്നാണെങ്കിൽ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഇതിനെ കൊണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്നും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതിൽ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾക്ക് അലർജിയോ പിന്നെ പിമ്പിൾസോ ഒന്നും ഉണ്ടാക്കാത്തതാണെങ്കിൽ മാത്രം ഇത് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം എല്ലാവരും ട്രൈ ചെയ്ത റിസൾട്ട് അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.